ഹലോ ഗൈസ്, വെൽക്കം ടു മാഡ്രിഡ് മീഡിയ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് UCL ഫൈനലിലെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ 15ാം തവണയും UCL ഫൈനലിൽ കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. നമ്മൾ കിരീടം ചൂടിയിരിക്കുകയാണ്. അപ്പോള 15 എന്ന ഒരു ഡ്രീം അത് റിയാലിറ്റി ആയിരിക്കുകയാണ്. നമുക്കറിയാം 2014 നമ്മൾ ലാഡസീമ നേടി ആ ഒരു ഹിസ്റ്റോറിക് 10th ചാമ്പ്യൻസ് ലീഗ്. അതിന് 10 വർഷങ്ങൾക്ക് ശേഷം 2024 ഇതാ നമ്മൾ നമ്മുടെ 15ാമത്തെ UCL ടൈറ്റിൽ ഉയർത്തുകയാണ്. സോ ഈ ഒരു പെർഫോമൻസ് ഞാൻ ആദ്യമേ തന്നെ UCL പ്രിവ്യൂ വീഡിയോ ചെയ്ത സമയത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോട്ട്മുണ്ടിനെ ഒരിക്കലും എഴുതിത്തള്ളരുത്. ഒരുപാട് റയൽ മാഡ്രിഡ് ഫാൻസ് 4-0 റയൽ മാഡ്രിഡ്, 3-1 റയൽ മാഡ്രിഡ് എന്നൊക്കെ പറഞ്ഞു ഡോട്ട്മുണ്ടിനെ നമ്മൾ പറത്തിക്കളയും, അടിച്ചു കയറി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴേ പറഞ്ഞു ഡോട്ട്മുണ്ട് ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ട് വളരെ കിടിലമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടീമാണ്. അവരെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഡോട്ട്മുണ്ടിന്റെ അത്ര ഡോമിനേഷൻ ആണ് നമ്മൾ കണ്ടത്. ഡോട്ട്മുണ്ട് റയൽ മാഡ്രിഡ് എന്താ പറയുക തീരെ കോമ്പാക്ട് ആയിരുന്നില്ല. ഒരുപാട് സ്പേസസ് ഉണ്ടായി. അതിനിടയിലൂടെ ഡോട്ട്മുണ്ട് ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയുണ്ടായി. ജൂലിയൻ ബ്രാൻഡൊക്കെ പലപ്പോഴും കളി ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കരീം അഡേയമി ലെഫ്റ്റ് സൈഡിലൂടെ വളരെ നല്ല നല്ല റൺസ് നടത്തുന്നുണ്ടായിരുന്നു. സമയം എന്താ കളിയിൽ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാനി കർവഹാളും അതുപോലെ തന്നെ ഫെഡെ വാൽവർഡേയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് റൈറ്റ് സൈഡിലൂടെ നല്ലൊരു ഒഫൻസീവ് മൂവ്മെന്റുകൾക്ക് റയൽ മാഡ്രിഡ് പോകാനുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വലിയ ഡിഫൻസീവ് വീക്ക്നെസ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു വീക്ക്നെസ് അഡേയമി നന്നായിട്ട് മുതലെടുത്തു. അഡേയമിയുടെ റൺസ് ഓഫ് സൈഡ് ട്രാപ്പിനൊക്കെ ബീറ്റ് ചെയ്ത് അഡേയമി നടത്തിയ ആ റൺസ് റയൽ മാഡ്രിഡിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ അഡേയമിയും മാക്സിനും കൂടിയിട്ട് ആ ഒരു റയൽ മാഡ്രിഡിനെ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ വളരെയേറെ എന്താ പറയാ ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടായി. അപ്പൊ അത്രയും നല്ല ഒരുപാട് റൺസ് നടത്താൻ വേണ്ടി ബൊറൂസിയ ഡോട്ട്മുണ്ടിന് പറ്റി. ഈ മാഡ്സൺ ഇന്നലെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആയിട്ട് ഇയാൻ മാഡ്സനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ് ചെൽസി, എന്ത് പണ്ടത്തിലാണ് ചെൽസി ചെയ്തത്. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ. നമുക്ക് അദ്ദേഹത്തിന്റെ ഫാദർ ഈ അടുത്ത് നടന്നിട്ട് ഒരു പ്രസിന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടേ. ചെൽസിയിൽ ഒരു ഓണർഷിപ്പ്, പുതിയ ഓണർഷിപ്പ് വന്നതിന് ശേഷം മണിക്കാണ് അവരൊന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്ലേയേഴ്സിന്റെ കാലിബർ നോക്കുന്നില്ല, പ്ലേയേഴ്സിന് റെസ്പെക്ട് കിട്ടുന്നില്ല. അങ്ങനെ റെസ്പെക്ട് കിട്ടാതെ ചെൽസിയിൽ നിന്ന് ഡോട്ട്മുണ്ടിലേക്ക് പോയ ഒരു പ്ലെയറാണ് അദ്ദേഹം. ഇന്ന് വളരെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അദ്ദേഹം പുറത്തെടുത്തത്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് വന്ന അവസാനം അതൊരു കളിയിൽ ഒരു ഭയങ്കര ക്രൂഷ്യൽ മിസ്റ്റേക്ക് ആയി പോവുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും വളരെ നല്ലൊരു കോംബോ ആണ് അവിടെ ഇയാൻ മാഡ്സണും നമ്മുടെ കരീം അഡേയമിയും കൂടെ നടത്തിയത്. റയൽ മാഡ്രിഡിന് വലിയൊരു തലവേദന സൃഷ്ടിച്ചു. അതുപോലെ നിക്കോളാസ് ഫുൾക്രൂഗ്, വാട്ട് എ സ്ട്രൈക്കർ. ഫുൾക്രൂഗ് ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിനെ വളരെ മനോഹരമായി ബീറ്റ് ചെയ്തുകൊണ്ട് എത്ര തവണയാണ് ഫുൾക്രൂഗ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തത്. ഒരു തവണ അത് ബാറിൽ അടിച്ചുകൊണ്ട് പുറത്തായി. പിന്നെ തിബോ കുർട്ടുവായെ സ്റ്റാർട്ട് ചെയ്യാനെടുത്ത ആൻചലോട്ടിയുടെ ആ തീരുമാനം അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് തീരുമാനം. ജോസെ മറിഞ്ഞോ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇമോഷണൽ ആവരുത്. ജോസെ മറിഞ്ഞോ പറഞ്ഞു എപ്പോഴും ബെസ്റ്റ് പ്ലെയർ ആരാണോ അയാളെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തപ്പോഴൊക്കെ ഞാൻ തോറ്റിട്ടുണ്ടെന്ന് ജോസെ മറിഞ്ഞോ പറയട്ടെ. തിബോ കുർട്ടുവായെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു തീരുമാനം അത് കളിയിലെ ഒരു മെയിൻ തീരുമാനം. കുർട്ടുവയുടെ ഒരുപാട് നല്ല നല്ല സേവുകൾ ഉണ്ടായിരുന്നു ഫുൾക്രൂഗിനെതിരെയും നമ്മുടെ അഡേമിക്കെതിരെ. അപ്പൊ ആ ഒരു കുർട്ടുവയുടെ സേവുകൾ വളരെ നിർണായകമായി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടാണ് ഡോമിനേറ്റ് ചെയ്തത്. മാത്രമല്ല ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ഭാഗത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫുൾക്രൂഗ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ജൂലിയൻ ബ്രാൻഡിന് ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ അത് ഗോളാക്കി മാറ്റാൻ വേണ്ടി ജൂലിയൻ ബ്രാൻഡിന് പറ്റിയില്ല. അതൊരു കുറച്ച് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാക്കിയവെല്ലി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റിന്റെ ഒരു കോട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ കോട്ട് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ കമ്മിങ് ഫോർ ദ കിങ് യു ബെസ്റ്റ് നോട്ട് മിസ്. അതായത് നിങ്ങൾ രാജാവിനെ കൊല്ലാനാണ്, രാജാവിനെ തോൽപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തത്. കാരണം മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അത് തന്നെയാണ് ഈ കളിയിലും സംഭവിച്ചത്. ബൊറൂസിയ ഡോട്ട്മുണ്ട് ഫസ്റ്റ് ഹാഫ് ഡോമിനേറ്റ് ചെയ്തു. പക്ഷേ ബൊറൂസിയ ഡോട്ട്മുണ്ടിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. അതിന് അവർ വലിയ വില കൊടുക്കേണ്ടി. നമുക്കറിയാം റയൽ മാഡ്രിഡ് സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വന്നു. അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് വളരെ ക്രൂഷ്യലായിട്ട് അത് ഫിനിഷ് ചെയ്യിച്ചു. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സമയത്ത് വിനീഷ്യസ് ജൂനിയറിനെ പോലെയുള്ള ഡാനി കർവഹാളിനെ പോലെയുള്ള പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ഇനി ഫസ്റ്റ് ഹാഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഡാനി കർവഹാൾ ഒന്നിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹം ഫെഡെ വാൽവർഡയുമായി കമ്പൈൻ ചെയ്ത് നല്ലൊരു മൂവ് ഉണ്ടാക്കിയിട്ട് അവസാനം അതായത് കർവഹാള റൈറ്റ് വിങ്ങിലൂടെ വന്നിട്ട് പാസ് വാൽവർഡെ കൊടുത്തു. വാൽവർഡെ വിനീഷ്യസിന് കൊടുത്ത ഒരു പാസ്, പക്ഷെ അതിൽ നിന്നൊരു ഗോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിനീഷ്യസിന് പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഷോട്ട് കുറച്ച് ഉയരം കൂടി ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോകാനുണ്ടായത്. അതുപോലെ ഡാനി കർവഹാള് ജൂഡ് ബെല്ലിംഗ്ഹാമിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ബെല്ലിംഗ്ഹാമിനും ഗോളാക്കി മാറ്റാൻ വേണ്ടി പറ്റിയില്ല.
കളിയിലെ ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച് സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ഡാനി കർവഹാൾ ആയിരുന്നു. സോ അദ്ദേഹത്തിലേക്ക് നമുക്ക് വരാം. അതിന് ഡോട്ട്മുണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ മാറ്റ് ഹമ്മൽസ് ഒരു ഭയങ്കര മനോഹരമായ ഡിഫെൻഡിങ് ആണ് മാറ്റ് ഹമ്മൽസ് കാഴ്ചവെച്ചത്. അദ്ദേഹം എംബാപ്പയെ പൂട്ടി പോലെ തന്നെ വിനീഷ്യസ് എവിടെ എത്തിക്കഴിഞ്ഞാലും വിനീഷ്യസ് ആ റൈറ്റ് വിങ്ങിൽ റേസിനെ മറികടന്ന് പോകുമ്പോഴൊക്കെ, ലെഫ്റ്റ് വിങ്ങിൽ റേസിനെ മറികടന്ന് പോകുമ്പോഴൊക്കെ അവിടെ ഹമ്മൽസ് വന്നിട്ട് വിനീഷ്യസിനെ ഡിഫെൻഡ് ചെയ്താണ് നമ്മൾ കണ്ടത്. അതുപോലെ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ നമ്മൾ കണ്ടു വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു കിടിലം മുന്നേറ്റം മാറ്റ് ഹമ്മൽസ് ഒരു ഫൗള് കമ്മിറ്റ് ചെയ്തുകൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അത് വഴി ടോണി ക്രൂസിന്റെ ഒരു ഫ്രീ കിക്ക് കിട്ടുകയുണ്ടായി. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് വാളിന് മുകളിലൂടെ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിട്ടു. പക്ഷേ കോബലിന്റെ ഒരു കിടിലിന് സേവ് ഉണ്ടായി. ബോറുസിയ ഡോട്ട്മുണ്ടിന്റെ ഗോൾ കീപ്പർ ഇന്നലെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ മറ്റൊരു സെക്കൻഡ് ഹാഫിലും ഇതുപോലെ കമവിംഗ ഒരു വളരെ മനോഹരമായ ഒരു മുന്നേറ്റം നടത്തി വീണ്ടും മാറ്റ് ഹമ്മൽസ് വരുന്നു. അവിടെയും ഇതുപോലെ ഒരു ഫൗള് കമ്മിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം റയൽ മാഡ്രിഡിന്റെ അറ്റാക്ക് തടയുന്നു. വീണ്ടും ടോണി ക്രൂസിന്റെ വളരെ മനോഹരമായ ഒരു ക്ലാസി ഫ്രീ കിക്ക് വരികയാണ്. പക്ഷെ വീണ്ടും കോബലി വളരെ മനോഹരമായ ഒരു സേവ് നടത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ സൈഡിൽ സബിറ്റ്സർ, അദ്ദേഹം വളരെയേറെ എനർജി എടുത്തുകൊണ്ട് കളിച്ചു. അവസാനം ഒരു കളി കഴിഞ്ഞ് ബൊറൂസിയ ഡോട്ട്മുണ്ട് തോറ്റിരിക്കുന്ന സമയത്ത് സബിറ്റ്സർ വളരെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച വളരെയേറെ വിഷമമുണ്ടാക്കിയ ഒരു കാഴ്ചയാണ്. സബിറ്റ്സർ ഇത്രയും മനോഹരമായ ഒരു പെർഫോമൻസ് ആണ് സബിറ്റ്സറുടെ ഭാഗത്തുണ്ടായത്. അതുപോലെ ഡോട്ട്മുണ്ടിന്റെ ബാക്ക് ലൈൻ നമ്മൾ പറഞ്ഞു. അതുപോലെ അവരുടെ ഒരു ഫ്രണ്ട് ത്രീ എനിക്കൊന്ന് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജെയ്ഡൻ സാൻചോ വെംബ്ലിയിൽ ഒരു UCL ഫൈനലിൽ നടക്കുമ്പോൾ നിർണായകമാവുന്ന പ്രതീക്ഷിച്ച് ജെയ്ഡൻ സാൻചോക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തുവരാൻ വേണ്ടി പറ്റിയില്ല. അവിടെ പറയേണ്ടത് ഫെർലാൻ മെൻഡിക്കെതിരെയാണ് അദ്ദേഹം കളിച്ചത്. റൈറ്റ് വിങ്ങിൽ നമുക്ക് ഫെർലാൻ മെൻഡി ഈ സീസണിൽ കാഴ്ചവെക്കുന്ന ഒരു ഡിഫൻസീവ് ബ്രില്യൻസ്, അദ്ദേഹത്തിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ മെൻഡി ജെയ്ഡൻ സാൻചോയെ നമുക്കൊരു പൂട്ടിക്കളഞ്ഞു എന്ന് തന്നെ പറയാം. മെൻഡിയുടെ വളരെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആണ് അവിടെ ഉണ്ടായത്. ഈവൻ വിനീഷ്യസ് ആണെങ്കിലും നല്ല രീതിയിൽ മെൻഡിക്ക് കവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വലതുവെങ്കിൽ സംഭവിച്ച ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റയേഴ്സണും ജെയ്ഡൻ സാൻചോയും കൂടി നല്ല രീതിയിൽ മെൻഡിയെ പ്രസ് ചെയ്തിട്ട് പലപ്പോഴും മെൻഡിയെ ഒരു ട്രാപ്പിൽ പെടുത്തുന്ന ഒരു കാഴ്ച, മെൻഡിക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ടായിരുന്നു. സോ ബൊറൂസിയ ഡോട്ട്മുണ്ട് ഫസ്റ്റ് ഹാഫിൽ നല്ല പ്രസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ അവര് അങ്ങനെ ഒരു കംപ്ലീറ്റ് മിഡ് ബ്ലോക്കിലേക്ക് പോയില്ല. ഒരു മിഡ് ബ്ലോക്കും ഒരു പ്രസും കൂടെ കമ്പൈൻ ചെയ്ത പോലത്തെ ഒരു സിസ്റ്റാണ് ഡോട്ട്മുണ്ട് ഫോളോ ചെയ്ത്. ഫസ്റ്റ് ഹാഫിൽ അവർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആകെ പേടിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഡോട്ട്മുണ്ട് ഗോൾ അടിക്കാന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഡോട്ട്മുണ്ടിന് ഒരു ഗോള് കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. കാരണം അവരുടെ മിഡ് ബ്ലോക്ക്, മാറ്റ് ഹമ്മൽസും ഷോട്ടർ ബാക്കും ഒക്കെ ഇന്നലെ ഒരു മാരകമായ കളി കളിച്ചു. ഷോട്ടർ ബാക്ക് അവസാനം പറയണ്ടായി, ഷോട്ടർ ബാക്കിന് അവസാനം ഭയങ്കര ഒരു കലിപ്പൊക്കെ ആയിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത് ബെസ്റ്റ് ടീം ഡസന്റ് ഓൾവേസ് വിൻ എന്നൊക്കെയാണ് ഷോട്ടർ ബാക്ക് പറഞ്ഞത്. സോ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. എന്നാലും ഷോട്ടർ ബാക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാനൊക്കെ ഈ കളിയിൽ എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ഹാഫ് ആയി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമുക്കറിയാം പ്രോബ്ലി ഹാഫ് ടൈമിൽ കാർലോ ആഞ്ചലോട്ടി ഈ ടീമിനെ ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും, നമ്മുടെ ഡിഫൻസീവ് വൾണറബിലിറ്റീസ് ഫിക്സ് ചെയ്യും. നമുക്ക് ഡിഫൻസിൽ ഒരുപാട് സ്പേസ് ആയിരുന്നു. ബൊറൂസിയ ഡോട്ട്മുണ്ട് ജൂലിയൻ ബ്രാൻഡൊക്കെ ഇങ്ങനെ വന്നിട്ട് കളി ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് ത്രൂ ബോൾസ് ഇരുന്നു. റയൽ മാഡ്രിഡിന്റെ പ്രസ് വളരെ ഈസി ആയിട്ട് ഡോട്ട്മുണ്ട് ബീറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. അതുപോലെ ആ ഫുൾക്രൂഗിന്റെ റൺസ്, ഓഫ് സൈഡ് ട്രാപ്പ് വളരെ ഈസി ആയിട്ട് ഫുൾക്രൂഗ് ഇങ്ങനെ ബീറ്റ് ചെയ്യായിരുന്നു. എനിവേ സെക്കൻഡ് ഹാഫ് വരുന്നു. സെക്കൻഡ് ഹാഫിന് ആ ഒരു ഫസ്റ്റ് മിനിറ്റ്സ് തന്നെ റയൽ മാഡ്രിഡ് അവരുടെ ഡോമിനേഷൻ കാണിക്കുകയാണ്. റയൽ മാഡ്രിഡ് ഗെയിമിലേക്ക് തിരിച്ചു വരുന്നു നമ്മൾ കണ്ടു. അവർ കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ട് ഇരുന്നിട്ട് ആഞ്ചലോട്ടി അവരോട് ഹാഫ് ടൈം സമയത്ത് പറഞ്ഞത് അതാണ്. അതായത് ടോണി ക്രൂസ് പിന്നീട് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ പറയേണ്ടായി. അതായത് കോമ്പാക്ട് ആയി ഇരുന്നിട്ട് ഗെയിമിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാനും ഗെയിം സ്ലോ ഡൗൺ ചെയ്യാനും അതേസമയത്ത് അറ്റാക്കുകൾ മുന്നോട്ട് കൊണ്ടുവരാനും റയൽ മാഡ്രിഡിന് സാധിച്ചു. സ്വാഭാവികമായിട്ടും സ്ലോലി വിനീഷ്യസ് ജൂനിയർ ഗെയിമിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് മാച്ച് ആയിരുന്നില്ല, എന്നിട്ട് പോലും അദ്ദേഹം റയേഴ്സിനെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിരന്തരമായി ബീറ്റ് ചെയ്യുന്നു. ഒരു ബൊറൂസിയ ഡോട്ട്മുണ്ട് പ്രതിരോധത്തിന് ഒരു തലവേദന സൃഷ്ടിച്ചു. അതുപോലെ സ്പേസസ് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി തുടങ്ങി. അതുപോലെ ഗെയിമിൽ പറയേണ്ടത് എന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് നമുക്ക് സെറ്റ് പീസ് എന്ന് നോർമലി വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ടീമാണെന്ന് പറയാറ്. പക്ഷെ ഡിഫൻസീവ്ലി ഈ ഒരു കളിയിലേക്ക് നോക്കുന്ന സമയത്ത് തിബോ കൂർട്ട നല്ല രീതിയിൽ ബോക്സിനെ കമാൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ നല്ല രീതിയിൽ ബോളുകൾ കോർണർ കിക്കും മറ്റോ കുത്തി അകറ്റുന്ന നമ്മൾ കണ്ടു. അത് കൂർട്ട നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ മാനുവൽ നോയറുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അദ്ദേഹം ബോൾ തടയാൻ വേണ്ടി ശ്രമിച്ചു. ആ ബോൾ ഡ്രോപ്പ് ആയിട്ട് അത് നമ്മുടെ ജോസേലിനോ കിട്ടുകയും അത് ഗോളായി മാറുകയും ചെയ്തു. പക്ഷെ ഇവിടെ നമ്മുടെ കുർട്ട എന്താ ചെയ്തതെന്നാണ്, അദ്ദേഹം ബോള് തടഞ്ഞ് മാറ്റുകയാണെങ്കിൽ തന്നെ അദ്ദേഹം കുത്തി അകറ്റിയത് പുറത്തേക്ക് ഓടുക അല്ലെങ്കിൽ നല്ല പവറിൽ പഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് കുർട്ട ശ്രമിച്ചത്. സോ അതുകൊണ്ട് കാരണം തന്നെ ഫുൾ ക്രൂ എപ്പോഴും പരുന്തിനെ പോലെ റയൽ ഗോൾ മുഖം ലക്ഷ്യമാക്കി ഫുൾ ക്രൂ അവിടെ ഇങ്ങനെ നടക്കുക. സോ
അതിന് കുർട്ടോ നല്ല പഞ്ചിൽ ബോളുകൾ തട്ടിയകറ്റുണ്ടായി. അതുപോലെ നമുക്ക് ഒഫൻസീവ്ലി കോർണർ കിക്കുകൾ കിട്ടിയ സമയത്ത് റയൽ മാഡ്രിഡ് ഒരു കറക്റ്റ് ഗെയിം പ്ലാനുമായിട്ടാണ് വന്നത്. അതായത് ആ ഒരു ടോണി ക്രൂസ് നിയർ പോസ്റ്റിലേക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ബോൾസ് ഡെലിവർ ചെയ്യുന്നു. ആദ്യ തവണ അത് കർവഹാള് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു, പക്ഷെ അത് ജസ്റ്റ് ഒരു ഇഞ്ച് മിസ്സിന് അത് പുറത്തേക്ക് പോകുന്നു. പിന്നീട് നാച്ചോ അത്തരം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു, അതും ഫെയിൽ ആയി പോകുന്നു. പിന്നീട് 73-ാം മിനിറ്റിലെ സെയിം കോർണർ റൂട്ടീൻ, ആ ഒരു നിയർ പോസ്റ്റിലേക്ക് ടോണി ക്രൂസിന്റെ കോർണർ വരുന്നു. അത് വളരെ മനോഹരമായിട്ട് ഡാനി കർവഹാള് ഫിനിഷ് ചെയ്യും. ആ ഡാനി കർവഹാളിന്റെ ആ കമന്റേറ്റർ തന്നെ പലതവണ പറയുകയുണ്ടായി, പ്രോബബ്ലി ആ പിച്ചിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് മാനാണ് ഡാനി കർവഹാൾ. അദ്ദേഹത്തിന്റെ ആ ഒരു കോർണർ, ആ ഒരു ഹെഡർ ഗോൾ, എന്താ പറയുക, വളരെ മനോഹരമായ ഒരു ഗോളായിരുന്നു അത്. ഗെയിമിന് ശേഷം ആഞ്ചലോട്ടിയെ പറ്റി ഈ ഒരു ഗോളിനെ പറ്റി ചോദിച്ച സമയത്ത് ആഞ്ചലോട്ടി പറഞ്ഞത്, കർവഹാള് ഒരു പക്ഷേ പൊക്കക്കുറവുള്ള ഒരാളായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഏരിയൽ എബിലിറ്റി നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്രത്തോളം ആ ഗെയിമിൽ നമുക്ക് ഏരിയയിൽ ബോറുസിയ ഡോട്ട്മണ്ട് കംപ്ലീറ്റ്ലി ഡോമിനേഷൻ കാണിച്ച ഒരു ഗെയിമാണ് ഏരിയയിൽ. അത് ഫുൾക്രൂക്ക് ഒരുവിധം ഓൾമോസ്റ്റ് ഏരിയൽ ഡ്യുവൽസ് വളരെ ഈസി ആയിട്ട് റയൽ മാഡ്രിഡ് ഡിഫൻസിനെതിരെ എന്താ പറയാ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഡാനി കർവഹാൾ എന്ന് പറയുന്ന ആ ഒരു ഉയരം കുറഞ്ഞ മനുഷ്യൻ ബോറുസിയ ഡോട്ട്മണ്ടിന്റെ ആ ഒരു ഡിഫൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ ഗോൾ അവിടെ നേടുകയുണ്ടായി. അങ്ങനെ 73-ാം മിനിറ്റിൽ ആ ഒരു ഗോള് വന്നതിന് ശേഷം കളി ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആയി. റയൽ മാഡ്രിഡിന്റെ കോൺഫിഡൻസ് വല്ലാണ്ട് കൂടി. റയൽ മാഡ്രിഡ് തുടരെ അറ്റാക്കുകൾ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വിനീഷ്യസ് ജൂനിയർ ലെഫ്റ്റ് വിങ്ങിൽ മുന്നേറുന്നു, ജൂഡ് ബെല്ലിംഗാമുമായിട്ട് അദ്ദേഹം പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ വളരെ നല്ല ഒരുപാട് മുന്നേറ്റങ്ങൾ അതിനുശേഷം നമ്മൾ കണ്ടു. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, 73-ാം മിനിറ്റിൽ ഈ ഗോള് വരുന്നതിന് 1 മിനിറ്റ് മുമ്പ് 72-ാം മിനിറ്റിൽ ഈ കരീം അഡയമിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മാർക്കോ റൂയിസിനെ എഡിൻ ടെർസിച്ച് ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരും. സോ ഈ മാർക്കോ റൂയിസ് വന്നത്, അത് നമുക്കറിയാം, ഒരു ബോറുസിയ ഡോട്ട്മണ്ട് ഒരു ലെജൻഡാണ്. അദ്ദേഹത്തിനൊരു എന്താ പറയുക അർഹിച്ച ഒരു യാത്രയപ്പ് നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് ഗെയിമിലേക്ക് കൊണ്ടുവന്നു ടെർസിച്ച്. പക്ഷെ അതൊരു വലിയൊരു ഫോൾട്ടായിരുന്നു ആ കരീം അഡയമിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. കാരണം റയൽ മാഡ്രിഡ് നിരന്തരമായി തലവേദന സൃഷ്ടിച്ചത് ഈ കരീം അഡയമിയും അദ്ദേഹത്തിന്റെ പേസും. കരീം അഡയമിക്ക് കുറച്ചുകൂടി ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, ഒരു പക്ഷേ ഇന്നലെ ആ ഒരു കളി തന്നെ മാറി വന്നേ. സോ ഈ അഡയമിയെ മാറ്റിയത് ഡാനി കർവഹാളിന് നല്ല ഫ്രീഡം കൊടുത്തു. ഡാനി കർവഹാളിന് ഒന്നുകൂടി കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റും. സാധാരണ നമ്മൾ റയൽ മാഡ്രിഡിൽ കാണാറുള്ളതാണ്, അതായത് ഡാനി കർവഹാള് മുന്നോട്ട് പോകുന്ന സമയത്ത് ഫെഡെ വാൽവർഡെ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫെഡെ വാൽവർഡെ വിങ്ങുകളിലൂടെ കയറി പോകുന്ന സമയത്ത് ഡാനി കർവഹാൾ ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇന്നലെ ഇവർ രണ്ടുപേരും കുറച്ചുകൂടി ഒഫൻസീവ്ലി ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കരീം അഡയമി കിട്ടി. സോ ഈ കരീം അഡയമി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് ഡാനി കർവഹാൾ ഒന്നുകൂടി മെന്റലി ഫ്രീ ആയിട്ടുണ്ടാവും. ഗെയിമിൽ അദ്ദേഹം കുറച്ചുകൂടി ഫ്രീഡം കിട്ടി. സോ അങ്ങനെ കർവഹാൾ റൈറ്റ് വിങ്ങിലൂടെ കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ അവിടെയാണ് ആ 73-ാം മിനിറ്റിൽ ആ ഒരു കർവഹാളിന് കിട്ടിയ ഒരു ഫ്രീഡം ആയിരിക്കും ഒരുപക്ഷെ ആ ഒരു ഗോളിലേക്കൊക്കെ നയിച്ചത്. സോ അതൊരു എഡിൻ ടെർസിച്ചിന്റെ അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർഫുൾ കോച്ചിങ് ബ്രില്യൻസ് ആണ് ഡോട്ട്മണ്ടിനെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയില്ല, പക്ഷെ ആ ഒരു തീരുമാനം റോങ് ആയി എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഗോള് വന്നതിന് ശേഷം ഗെയിം ഓപ്പൺ അപ്പ് ആവുകയാണ്. നിരന്തരമായി റയൽ മാഡ്രിഡ് അറ്റാക്സ് വരികയാണ്. ബോറുസിയ ഡോട്ട്മണ്ടും തന്നെ അവരുടെ അറ്റാക്കിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇയാൻ മാറ്റ്സന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരികയാണ്. അവിടെ നമ്മൾ റോഡ്രിഗോനെ എടുത്ത് പറയണം. റോഡ്രിഗോക്ക് ഒരു ഓഫ് ഗെയിം ആയിരുന്നു ഇന്നലെ, അദ്ദേഹത്തിന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ റോഡ്രിഗോ നടന്ന് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു നിരന്തരമായി. നമുക്ക് റോഡ്രിഗോ ചില സമയത്ത് നമ്മൾ കണ്ടു ഒരു പ്രസ്സിംഗ് മോൺസ്റ്റർ പോലെ അദ്ദേഹം നിരന്തരമായി പ്രസ് ചെയ്യാണ് നമ്മൾ കണ്ടിട്ട്. സോ അതുവരെ ആ ഗെയിമിലെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഡോട്ട്മണ്ട് ലെഫ്റ്റ് ബാക്ക് ഇയാൻ മാറ്റ്സണ് റോഡ്രിഗോ പോയി പ്രസ് ചെയ്യാണ്. അദ്ദേഹം ഒരു പാസ് ഷോട്ടർ ബാക്കിന് കൊടുക്കുകയാണ്. ആ ഒരു പാസ് പക്ഷെ മാറിപ്പോവാണ്. ആ പാസ് മാറിയിട്ട് ജൂഡ് ബെല്ലിംഗാമിന്റെ കാലിലേക്കാണ് എത്തുന്നത്. അത്രയും നേരം ഗെയിമിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റാതിരുന്ന ജൂഡ് ബെല്ലിംഗാം ആ ഒരു പാസ് വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കുകയാണ്. പിന്നീട് നടന്ന ചരിത്രമാണ്. വിനീഷ്യസ് ജൂനിയർ ഒരു വളരെ മനോഹരമായ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ഫിനിഷ് വിനീഷ്യസ് ജൂനിയറുടെ, അത് കോബലിന് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഷോട്ടർ ബാക്ക് ഓടിയെത്തി അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ അപ്പോഴേക്കും ഗോള് ബോക്സിലെത്തിയിരുന്നു. സോ വിനീഷ്യസ് ജൂനിയർ ഒരു മനോഹരമായ ഒരു ഫിനിഷ്. വിനീഷ്യസ് ജൂനിയർ നമുക്കറിയാം ഈ ഒരു സീസണിൽ അദ്ദേഹം ആ ഒരു സെൻട്രലിൽ കളിക്കുന്നതിൽ അതുപോലെ ഫിനിഷിംഗ് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം അടുത്ത ബാലൻഡിയോറിൽ തീർച്ചയായും ഫേവറേറ്റ് ആയിട്ട് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിനെയാണ്. സോ ഈ ഒരു മാച്ച് വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹം ഒരു വോളിയം ഡ്രിബിളർ ആണെന്ന് പറയുന്നത്. അതായത് വിനി ജൂനിയർ ഈ ഒരു മാച്ചിൽ എത്ര തന്നെ മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞാലും അവസാനമാകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് മൊമെന്റുകളിൽ വിനീഷ്യസ് ജൂനിയറുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടാവും. അദ്ദേഹം ഒരു പ്രോപ്പർ ബിഗ് ഗെയിം പ്ലെയർ ആണ് അദ്ദേഹം തെളിയിച്ചു. കഴിഞ്ഞ 2 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളും റയൽ മാഡ്രിഡ് കളിച്ച 2 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളും വിനീഷ്യസ് ജൂനിയറുടെ ഗോൾ ഉണ്ടായിരുന്നു. ഗെയിം മാറ്റിമറിക്കാൻ വേണ്ടി ഇതിനിടയിൽ ഡോട്ട്മണ്ട് ഡോണി മാലനെയും സെബാസ്റ്റ്യൻ ഹാലറെയും ഗെയിമിലേക്ക് കൊണ്ടുവന്നു. സെബാസ്റ്റ്യൻ ഹാലർ
ക്യാൻസറിനെ അതിജീവിച്ച് വരുന്ന ഒരു മനുഷ്യനാണ്. ഒരു വല്ലാത്തൊരു മെന്റൽ ഫോർട്ടിറ്റ്യൂഡുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഗെയിമിലേക്ക് വരുന്നു. ആ ഒരു സെബാസ്റ്റ്യൻ ഹാലർ, ടോണി മാലൻ, അതുപോലെ ഫുൾ ക്രൂ കോമ്പിനേഷൻ വളരെ നല്ലൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൊരു ഗോൾ വരുന്നു, പക്ഷെ ആ ഗോൾ ഓഫ് സൈഡ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യപ്പെടുന്നു. സോ അങ്ങനെ ഡോട്ട്മുണ്ട് കുറച്ച് എഫേർട്ട് നടത്തുമെങ്കിലും റയൽ മാഡ്രിഡ് വളരെ സോളിഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തു. ഫെഡ വാൽവേർഡെയൊക്കെ റൈറ്റ് വിങ് നല്ല രീതിയിൽ കവർ ചെയ്തു. അദ്ദേഹം ഒഫൻസീവ്ലി ആയാലും ഡിഫെൻസീവ്ലി ആയാലും അവർ സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി മിഡ്ഫീൽഡ് കവർ ചെയ്യുന്ന രീതിയിലൊക്കെ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഫെഡ വാൽവേർഡെ. ഈ ഗെയിമിൽ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ, മാൻ ഓഫ് ദ മാച്ച് അത് ഡാനി കർവഹാൾ ആയിരുന്നു. ഡാനി കർവഹാള് നമുക്കൊരു ഒഫൻസീവ്ലി വളരെ നല്ല കോൺട്രിബ്യൂഷൻസ് നടത്തി. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ക്രോസുകൾ ഉണ്ടായിരുന്നു. അത് കൺവേർട്ട് ചെയ്യുന്ന ജൂഡ് ബെല്ലിംഗാമും വിനീഷ്യസിനും പലപ്പോഴും സാധിച്ചില്ല. മാത്രമല്ല ഡിഫെൻസീവ്ലി അദ്ദേഹം പലപ്പോഴും ആ ഒരു അഡയമയും അതുപോലെ ഫുൾക്രൂവിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്തത് അതൊരു വളരെ നല്ല രീതിയിൽ അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്തു. 2021 ഞാൻ ഒരുപാട് റയൽ മാഡ്രിഡ് കമ്മ്യൂണിറ്റികളൊക്കെ കയറി നമുക്കൊരു റൈറ്റ് ബാക്കിനെ വേണം, ഡാനി കർവഹാൾ വീക്കാണ്, അദ്ദേഹത്തെ റിപ്ലേസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കമന്റ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഞാൻ ആ ഡാനി കർവഹാളിന്റെ വില, ഞാൻ അദ്ദേഹം ഫിനിഷ്ഡ് ആയി പോയോ എന്ന് പേടിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഡാനി കർവഹാൾ എന്താണെന്ന് 2021 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലാണ് ഞാൻ തിരിച്ചറിയുന്നത് പേഴ്സണലി. ആ ഒരു ഫൈനലില് അന്ന് ലൂയിസ് ഡിയാസ് എന്താ പറയാ കത്തുന്ന ഫോമിലാണ്. ലൂയിസ് ഡിയാസ് എന്തും ചെയ്തേക്ക, ഡാനി കർവഹാൾ എന്ത് ചെയ്യും നമ്മൾ ആലോചിച്ച് പേടിച്ചിരിക്കുന്ന സമയത്താണ് ഡാനി കർവഹാൾ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒരു മാസ്മരിക പെർഫോമൻസ് എടുത്തിട്ട് ലൂക്കാസ് ആ ഒരു ലൂയിസ് ഡിയാസിനെ ആ ഒരു ഗെയിമിൽ നിന്ന് തന്നെ ഔട്ടാക്കി കളയുന്നു. വീണ്ടും ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വന്നു. അതാണ് ഈ ബിഗ് പ്ലേയേഴ്സിന്റെ പ്രത്യേകത. അവർ ബിഗ് ഒക്കേഷൻസ് വരുമ്പോൾ ഡാനി കർവഹാൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. വളരെ വാട്ടർ പെർഫോമൻസ്, എന്താ പറയുക ഒരു ക്ലാസി പെർഫോമൻസ്. ഒരു റൈറ്റ് ബാക്ക് ആണ്, ഒരു പക്ഷേ ഫുൾ ബാക്കുകളാണ് മോഡേൺ ഫുട്ബോളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് എന്ന് പറയാറുള്ളത്. അതൊരു ആ ഒരു എന്താ പറയുക ഒരു കരിയർ ഡിഫൈനിങ് പെർഫോമൻസ് ആയിരുന്നു. ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഡാനി കർവഹാൾ. അദ്ദേഹത്തിന് ആ ഒരു കോർണർ ഹെഡിങ്, അതുപോലെ അദ്ദേഹത്തിന് ഡിഫെൻസീവ് ആക്ഷൻസ് കർവഹാളിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈവൻ അഡേമിക്ക് പോലും പലപ്പോഴും റയൽ പ്രസ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ബോൾ എടുത്ത് കയറിയെങ്കിൽ 1-on-1 കർവഹാളിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ കർവഹാളിന്റെ ട്രാക്കിംഗ് ബാക്ക്, വാട്ടർ ഡിഫൻഡർ, അദ്ദേഹം ആ ഒരു കാണിച്ച കമ്മിറ്റ്മെന്റ്. അവസാനം കളി കഴിഞ്ഞ് ഡാനി കർവഹാൾ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രതീതിയായിരുന്നു, വല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ഡാനി കർവഹാൾ ഉണ്ടാക്കിയത്. പിന്നെ ടോണി ക്രൂസിന് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം ഗെയിമിന്റെ ടെമ്പോ സെറ്റ് ചെയ്തു സെക്കൻഡ് ഹാഫിലൊക്കെ. അതുപോലെ നല്ല രീതിയിൽ കോർണറുകളും അതുപോലെ നല്ല 2 ഫ്രീ കിക്കുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞു ഡോട്ട്മുണ്ടിന്റെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. സോ അത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മുടെ അറ്റാക്കേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ജൂഡ് ബെല്ലിംഗാം ഒരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലെവലിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് നമുക്ക് ഉണ്ടായില്ല. പിന്നെ ജൂഡ് ബെല്ലിംഗാമിന്റെ ഗോളെന്ന് ഉറപ്പിച്ച ഒരു നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഷോട്ട് ചിലർ വിചാരിക്കുന്നത് ജൂഡ് ബെല്ലിംഗാം ഇഞ്ചോർഡ് മിസ്സായി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും അത് ഓൺ ടാർഗറ്റ് തന്നെയാണ് ജൂഡ് ബെല്ലിംഗാം ആ ഒരു ഷോട്ട് അടിച്ചത്. പക്ഷെ ഷോട്ടർ ബാക്ക് അത് എന്താ പറയുക ക്ലിയർ ചെയ്യാൻ ഉണ്ടായത്. സോ ഷോട്ടർ ബാക്കിന്റെ ഒരു ഇന്റർവെൻഷൻ അതിലുണ്ടായിരുന്നു. എന്നിരുന്നാലും ജൂഡ് ബെല്ലിംഗാം ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. കാരണം ഒരു നല്ലൊരു ഡോട്ട്മുണ്ട് പ്രസ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജൂഡ് ബെല്ലിംഗാമിന് തീരെ ഓൺ ദ ബോൾ ടൈം അനുവദിക്കാതെ അദ്ദേഹത്തെ നല്ല രീതിയിൽ ഡോട്ട്മുണ്ട് കൂട്ടി എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ പ്രസ് ചെയ്തു. ജൂഡ് ബെല്ലിംഗാം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ഫോർമർ ടീമിനെതിരെ. ഇതൊരു ജൂഡ് ബെല്ലിംഗാം ഡെർബി എന്നൊക്കെ പറയുന്ന ഒരു മാച്ച് ആയിരുന്നു. പക്ഷെ ജൂഡ് ബെല്ലിംഗാം ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു വെംബ്ലിയിൽ. അത് ഒരു വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജൂഡ് ബെല്ലിംഗാമിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ് കിട്ടിയില്ല. പക്ഷെ വിനീഷ്യസ് ജൂനിയർ ആ ഒരു അവസരത്തിന് ഒത്തുയർന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് അടുത്ത ബാലൻ ഡിയോറിന് താനാണ് ഫേവറേറ്റ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂഡ് ബെല്ലിംഗാം ആണോ വിനീഷ്യസ് ആണോ ബാലൻ ഡിയോർ ഫേവറേറ്റ് എന്നുള്ള ഒരു ഡിസ്കഷൻ ഒരുപാട് വന്നിരുന്നു. പക്ഷെ നമുക്കറിയാം ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അതുപോലെ സെമി ഫൈനലൊക്കെ കണ്ട സമയത്ത് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട്. അതുപോലെ സിറ്റിക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ഒക്കേഷൻസിനനുസരിച്ച് വിനീഷ്യസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ബെല്ലിംഗാമിന് ചില സമയത്തെങ്കിലും അതിന് പറ്റുന്നില്ല. ഇന്നലെ എനിക്ക് ഡിഫെൻസീവ്ലി ജൂഡ് ബെല്ലിംഗാം ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് നോർമലി. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് ഒരു പടി താഴെയായിരുന്നു. സോ അതൊരു പ്രോബ്ലമാറ്റിക് ആയിരുന്നു. ആഞ്ചലോട്ടിയോട് കളി കഴിഞ്ഞതിന് ശേഷം റയൽ മാഡ്രിഡിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ച സമയത്ത് ടോണി ക്രൂസ് പറഞ്ഞത് മെന്റാലിറ്റിയാണ്. ആ ഒരു ഹെറിറ്റേജ്, റയൽ മാഡ്രിഡിന്റെ ഹിസ്റ്ററിയും ഹെറിറ്റേജും നമുക്കൊരു പ്രത്യേക സ്പെഷ്യൽ മെന്റാലിറ്റി തരുന്നുണ്ടെന്നാണ് ക്രൂസും ആഞ്ചലോട്ടിയും അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ ബിഗ് ഈഗോസ് ഇല്ല. അതായത് അങ്ങനെ വലിയ പ്ലേയേഴ്സ് ആണ് എന്നുള്ള ഒരു അഹങ്കാരമുള്ള പ്ലേയേഴ്സോ അങ്ങനെയുള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സോ റയൽ മാഡ്രിഡ് ടീമിലില്ല. ഈ ടീം ഒരു ഫാമിലി പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ കോച്ച് എന്ന് പറയുന്നത് യർഗൻ ക്ലോപ്പാണ്. യർഗൻ ക്ലോപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടീമുകൾ എപ്പോഴും ഒരു ഫാമിലി പോലെയാണ്.
ജർഗൻ ക്ലോപ്പ് ലിവർപൂൾ വന്നിട്ട് ആ ഒരു ടീമിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടുത്തെ കുക്കിനെയും അതുപോലെ എല്ലാ സപ്പോർട്ടിങ് സ്റ്റാഫിനെയും അവരുടെ പേര് പറഞ്ഞ് ഓരോ പ്ലേയേഴ്സിനെ പരിചയപ്പെടുത്തണ്ടായി. സോ അങ്ങനെ ഒരു ഫാമിലിയാണ് എന്താ പറയുക ജർഗൻ ക്ലോപ്പ് ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു ഫാമിലി അതാണ് അദ്ദേഹത്തിന്റെ ടീമുകളെ സ്പെഷ്യൽ ആക്കി മാറ്റുന്നത്. അതുപോലെ ഒരു ഫാമിലിയാണ്, നല്ലൊരു ഫാമിലി വാല്യൂസ് ആണ് അവിടെ ഉള്ളത് എന്നാണ് ആൻസിലോട്ടി പറഞ്ഞത്. എന്നാൽ ആ പ്ലേയേഴ്സിന് അപ്പുറത്തേക്ക് എന്താ പറയുക അവരുടെ ആ ഒരു ബോണ്ട് നമ്മൾ കണ്ടു. ആ ഒരു അലബ ടോണി ക്രൂസിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, അതുപോലെ ആ വാൽവറുടെ ഓരോരുത്തരെയും പോയി ഹഗ് ചെയ്യുന്നത്, അതുപോലെ ആ ഈ ടീമും ഫാൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ. സോ അതാണ് ഈ ഒരു റയൽ മാഡ്രിഡ് സൈഡിനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റയൽ മാഡ്രിഡ് സൈഡാണ് ഈ സൈഡ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കണക്ഷൻ, ആ ഒരു ഫാമിലി വാല്യൂസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. എംബാപ്പെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂസിന് എന്ത് പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ആശങ്കയുണ്ട്. നമ്മുടെ ടീമിൽ ഒരുപാട് ഫ്രഞ്ച് പ്ലേയേഴ്സുകളുണ്ട്, എംബാപ്പെ ഒന്നുകൂടി കംഫർട്ടബിൾ ആവുമായിരിക്കും. പക്ഷേ നമ്മുടെ ടീമിൽ ഡിവിഷൻസ് വരുമോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ട്. കാരണം ഈ ഒരു പ്ലേയേഴ്സ് ഒക്കെ നമുക്കറിയാം ഒരു ഈഗോയും ഇല്ലാത്ത പ്ലേയേഴ്സ് ആണ്. ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ സെന്ററിൽ കളിക്കാൻ വേണ്ടി തയ്യാറായി റോഡ്രിഗോയ്ക്ക് വേണ്ടിയിട്ട്, റോഡ്രിഗോനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ടീമിൽ. അതുപോലെ റോഡ്രിഗോ ആണെങ്കിൽ വിനീഷ്യസിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് നടത്തുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും റൈറ്റ് വിങ്ങിലും മറ്റൊക്കെ കളിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക വിനീഷ്യസ് ജൂനിയറുടെ ഒരു ഡെപ്യൂട്ടി എന്നുള്ള രീതിയിൽ കളിക്കാൻ തയ്യാറാണ്. ജൂഡ് ബെല്ലിംഗാം ആണെങ്കിൽ ടീമിന് വേണ്ടി ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്, ഈവൻ റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ വേണ്ടി തയ്യാറാണ്, ഡിഫൻസീവ് ഡ്യൂട്ടീസ് എടുക്കുന്നത്. സോ ഇങ്ങനെ ഒരു ടീമാണ് വാൽവെർഡെ. പിന്നെ നമുക്കറിയാം ഏത് പൊസിഷനിൽ റൈറ്റ് ബാക്ക് ആയിക്കോട്ടെ, എന്താ പറയുക നമ്മുടെ ഒരു തേർഡ് മിഡ്ഫീൽഡറാണ്, ഫിഫ്ത്ത് ഡിഫൻഡറാണ്, ഒരു തേർഡ് അറ്റാക്കറാണ്. അങ്ങനെ പല പല രീതിയിൽ കളിക്കുന്ന വാൽവെർഡെ. അതുപോലെ ബ്രഹീം ഡിയാസിന്റെ ഇന്നലത്തെ ഒരു സന്തോഷം കാര്യം. സോ ഈ ഒരു ടീമിന്റെ ഒരു ഫാമിലി സ്ട്രക്ചർ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയായിട്ട് സത്യം പറഞ്ഞാൽ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഉടനടി എംബാപ്പയുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വിചാരിക്കാം എംബാപ്പെ അങ്ങനെ പ്രശ്നക്കാരനൊന്നും അല്ല. എംബാപ്പയെ പറ്റി ഫ്രഞ്ച് ടീംമേറ്റ്സ് ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ്. അദ്ദേഹം നല്ലൊരു ടീമിലൊരു ലീഡറാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഇച്ചായൻ ടോണി ക്രൂസ് തന്റെ ബൂട്ടഴിച്ച് പോവുകയാണ്. അതൊരു വലിയൊരു മിസ്സായിരിക്കും അടുത്ത സീസണിൽ. സത്യത്തിൽ എന്താ സംഭവിക്കുക എന്നറിയില്ല. എന്നാലും അദ്ദേഹത്തിന് ഇത്രയും നല്ല ട്രൈബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി, ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചുകൊണ്ട് ഇത്രയും നല്ല ട്രൈബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി സാധിച്ചതിൽ അതിയായ ഒരു സന്തോഷമുണ്ട്. സോ റയൽ മാഡ്രിഡ് പോർല 15 എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് സബ്സ്ക്രൈബേഴ്സും ലൈക്കൊക്കെ കുറവാണ്. എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് എന്റെ ചാനലായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മളൊരു റയൽ മാഡ്രിഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു ചാനലാണ്. നമുക്ക് വേണമെങ്കിൽ ഫാൻസുമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്താം. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അയച്ചു തരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചാനൽ ഇടാവുന്നതാണ്. സോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, റയൽ മാഡ്രിഡ് കമ്മ്യൂണിറ്റിയെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.